നമുക്കിത് നമ്മുടെ കരിമ്പിലിനെ വല്ലാന് ഒരു റെഡ് ബുൾ സ്റ്റോക്ക് വന്നിട്ട് ഒരു കിഡിലോസ് ഐറ്റം അവിടെ നിക്കട്ടെ. നമ്മൾ പോർച്ച് കാലിയാണല്ലോ. GLS എവിടെ? GLS കൊണ്ടുപോയല്ലോ. GLS കൊണ്ടുപോയി. ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ? തിരിച്ചുകൊണ്ടേ നോക്കാം, നമുക്ക് ഇൻഷാല്ലാ വഴി ഉണ്ടാക്കാം. വെയിറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം നമുക്ക് ഇത് അധികം കിടക്കാം. ഇപ്പൊ തൽക്കാലം റെഡ് ബുള്ളറെ കടന്നോട്ടെ. കിലോമീറ്റർ കുറഞ്ഞിട്ടില്ല. അവിടെ കടന്നോട്ടെ. റെഡ് ബുള്ളിനെ എടുക്കാം. കിലോമീറ്റർ കുറഞ്ഞിട്ടില്ല ഈ കരി. എടാ ഇത് എത്ര ഹൈറ്റ്? ഇത് എത്ര ഹൈറ്റ് ഇല്ലല്ലോ അല്ലേ? ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് ഇല്ലേ ഫ്രണ്ട്? നല്ല ഡിഫറൻസ് ഉണ്ട്. സംഭവം 17 മോഡലാണ്. 2017 മോഡല് 3.2 ടൈറ്റാൻ സിംഗിൾ ഓണർഷിപ്പിൽ വെറും 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സംഭവം കിഡിലൻ ഐറ്റം. 6 സിലിണ്ടർ അതായത് 3.2 6 സിലിണ്ടർ 5 സിലിണ്ടർ ആണ്. 5 സിലിണ്ടർ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഇത് കിടക്കുന്നത് 10 സ്പീഡ് 2 ലിറ്ററിൽ 10 സ്പീഡ് ഗിയർ ബോക്സ് ആണത്. പക്ഷേ ഇത് 3.2 ആണ്. ഓൾമോസ്റ്റ് മൈലേജ് രണ്ടും ഈക്വൽ തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. ഒരു ആവറേജ് നമ്മുടെ ടൗൺ ഉള്ളേരിയ ഒക്കെ പോകണമെങ്കിൽ 8 കിലോമീറ്റർ, ഹൈവേ കയറണമെങ്കിൽ 10-12 വരെ കിട്ടും. അപ്പോൾ ഇതിൽ വ്യത്യാസങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടും ടൈറ്റാനിയാണ്. ഇതിനകത്ത് പനോരമിക് സൺറൂഫ് ഉണ്ട്, ഓട്ടോ പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അത് മാത്രമേ ഇതിനകത്തൊരു മേജർ ആയിട്ടുള്ളൊരു ഡിഫറൻസ് ആയത് രണ്ടു വണ്ടി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ സംഗതികളും വരുന്നുണ്ട്. 3.2 ആയതുകൊണ്ട് ഇല്ല ഹൈറ്റില്ല. പക്ഷേ ഇതെന്തോ എനിക്കൊണ്ട് സസ്പെൻഷൻ ഒന്നും കൂടി പൊട്ടിയിട്ടുണ്ടോ, കുറച്ച് ഗ്യാപ്പ് കൂടുതലുണ്ട്. ഇനി അല്ലെങ്കിൽ ടയറിൽ എവിടെയോ എന്തോ ഒരു ചെറിയൊരു മാറ്റം. ഇനി വേറെ കേട്ടോ 2017 ഇത് ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. നമ്മൾ BS6 വന്നപ്പോൾ കുറച്ചതാണോ എന്തോ അറിയില്ല. ഇനി കുറച്ചൊരു ഹൈറ്റ് നമുക്ക് ശരിക്കും ഒരു രാജാവ് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തലയെടുപ്പ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലേക്ക് നിൽക്കുമ്പോൾ ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ അത്ര എനിക്കൊരു ഫീൽ ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ ഒരു ഹൈറ്റ് അത്ര ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഇതിന്റെ ഫ്രണ്ടിലേക്ക് തോന്നുന്നു. പക്ഷെ അവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി ലോ കിലോമീറ്റർ ഓടിയുള്ള എൻഡവർ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. HR രജിസ്ട്രേഷൻ ആണ്. നമ്മുടെ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. സിംഗിൾ ഓണർഷിപ്പിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം റൺ ചെയ്തിട്ടുള്ള വാഹനം. പിന്നെ ഫിറ്റിംഗ്സും ഫീച്ചേഴ്സിനെ പറ്റി പറയേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇതിന് ഏറ്റവും വലിയ കംഫർട്ട് എന്താ വെച്ചാൽ ഇതിന്റെ ലെതർ സീറ്റ് കവർ. ഇതിന്റെ ഇന്റീരിയറിലുള്ള യാത്രാ കംഫർട്ടും അതേപോലെ ആ ലെതറിന്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ഇതെന്താ ഫാസ്റ്റാഗ് ഒഴിവാക്കിയതാണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അങ്ങനെ എന്താ ഇതിനകത്ത് കുറവെന്ന് ചോദിച്ചാൽ മതി. അതൊന്നും അല്ല ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഒരു റഫ് ആയിട്ടുള്ള സ്ഥലം, ഒരു വണ്ടി പോകാത്തൊരു സ്ഥലം നിങ്ങൾ റോഡ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ വണ്ടി ഇറക്കാൻ തോന്നും. കാരണം വെച്ചാൽ ഇതിനകത്ത് എല്ലാ മോഡുകളും ഉണ്ട്. ഇവിടെ ഓട്ടോ പാർക്ക് ഉണ്ട്, പിന്നെ അതേപോലെ 4x4 ആണ്, പിന്നെ ഗ്രാസ് മോഡ്, മഡ് മോഡ്, സ്നോ മോഡ് എന്ന് പറഞ്ഞ എല്ലാ മോഡുകളുണ്ട്. ഓരോ മോഡ് നമുക്ക് ആ ടെറൈൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാധനം ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് ഇത് പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണ്. ഫുൾ ടൈം 4 വീലും കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4x4 മാറ്റിയതിനു ശേഷം അത് ലോക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓഫ് റോഡ്, പക്ക ഓഫ് റോഡും അതേപോലെ ഒരു പിന്നെ പേഴ്സണൽ യൂസും ഒരു ഫാമിലി ഓറിയന്റഡ് ഒരു വാഹനം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വാഹനം തന്നെയാണ് ഈ ഒരു ഫോർഡിന്റെ നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള എൻഡവർ എന്ന വാഹനം. ഞാൻ ഇതിനെങ്ങനെ എടുത്ത് പ്രൊമോട്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ ഒരുപാട് വാഹനങ്ങൾ, പുതിയ വാഹനങ്ങളൊക്കെ പിന്നെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ സാധാരണ ഏത് വാഹനം 10,000 കിലോമീറ്റർ നമുക്ക് നമ്മൾ കൊടുക്കും. ഈ ഒരു എൻഡവർ വാഹനം ഏകദേശം 8 മാസം കൊണ്ട് നമ്മൾ ഓടിയിട്ടുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ചില്ലാൻ കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടി. ഒരു വാഹനം ഞാൻ അത്ര കാലം ഓടി. കാരണം ഇത് കയറി ഇറങ്ങാൻ തോന്നില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു വാഹനമാണത്. ഒരിക്കലും ഫോർഡിന് ഒരു ബ്രാൻഡ് ഞാൻ വെറുതെ പ്രൊമോട്ട് ചെയ്യില്ല. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഒരു കിയയുടെ സെൽറ്റോസ് ഡീസൽ എഞ്ചിനിലേക്ക് 71 രജിസ്ട്രേഷൻ നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്ന സെൽറ്റോസ് ആയിരുന്നു. അതിൽ 21 എടുത്ത്. പക്ഷേ ഈ ഒരു വാഹനം 2022 കിയയുടെ 2021 ഈ ഒരു ബാഡ്ജിങ്ങിൽ ചെറിയ ചേഞ്ച് വന്നത്. HTE എന്ന പേരിൽ ഡീസൽ എഞ്ചിൻ സിംഗിൾ ഓണർഷിപ്പിലെ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള വാഹനം. സ്വന്തമാക്കാം. മാനുവലാണ്, ഓട്ടോമാറ്റിക് മാനുവലാണത്. 9,25,000 ഈ ഒരു കിയയുടെ സെൽറ്റോസ് എന്ന വാഹനം സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് 8-8.5 ഫിനാൻസ് സൗകര്യം അവൈലബിൾ. ഡീസൽ എഞ്ചിൽ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനം. അപ്പോൾ ഓട്ടോമാറ്റിക് ഫോർഡ് എൻഡവർ വേണോ അതോ ഡീസൽ എഞ്ചിൽ നിൽക്കുന്ന മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന കിയ സെൽറ്റോസ് വേണോ? രണ്ടും ഞങ്ങൾ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇതൊരു ഫാമിലി ഓറിയന്റേറ്റ് മാത്രം യൂസ് ചെയ്യാൻ പറ്റിയുള്ള വാഹനമാണ് കിയ സെൽറ്റോസ്. ഇത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കടി ഇതിനും കൊണ്ട് നിങ്ങൾ എന്ത് തോന്നിയാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു സർവീസ് കോസ്റ്റ് വെക്കണമെങ്കിൽ ഒരു 10,000 റേഞ്ചിൽ സർവീസ് കോസ്റ്റ് വരും. വേറെ ഒന്നും നോക്കാല്ലാത്ത ഒരു പുലിക്കുട്ടി. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.